ഏയ് ചെയ്യല്ലേ ഞാനും കൂടെ വരാം, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. വെൽക്കം ബാക്ക് ടു സൈലം മീറ്റ്സ് മീ VCR. അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മുടെ NMS എക്സാം ഇങ്ങോട്ട് അടുത്തെത്തിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഒക്കെ തന്ന് നിങ്ങളുടെ മുമ്പിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് അടിപൊളിയായിട്ട് ഈ ഒരൊറ്റ മാറ്റിലെ കിഡിലും ക്വസ്റ്റ്യൻ പഠിക്കാം. അപ്പോൾ ക്ലാസ് കാണുന്നതിന് മുമ്പ് തന്നെ നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ്സ് മീ VCR. അപ്പോൾ താഴെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിട്ട് വിടണം. കാരണം 48,000 രൂപയുടെ സ്കോളർഷിപ്പിൻ്റെ എക്സാമാണ്. നിങ്ങൾ ഞങ്ങൾക്ക് പൈസ ഒന്നും തരണ്ട. നിങ്ങൾ എന്തെന്നാ മതി, താഴെ കമൻറ്റ് സെക്ഷനിൽ സാറിൻ്റെ ഫീഡ്ബാക്ക് ഇടണം. അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട കുഞ്ഞോനെ. അപ്പോൾ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിന്റെ പുറത്ത് 3 നമ്പേഴ്സ് ഉണ്ട്. അതുപോലെ മറ്റൊരു ട്രയാങ്കിളിന്റെ പുറത്ത് 3 നമ്പേഴ്സ് ഉണ്ട്. മറ്റൊരു ട്രയാങ്കിൾ പുറത്ത് 3 നമ്പേഴ്സ് ഇല്ല, ഒരാൾ മിസ്സിംഗ് ആണ്. ഇവിടെ കാണുന്ന ക്വസ്റ്റ്യൻ മാർക്കിന്റെ അവിടെയുള്ള നമ്പർ എത്രയാണാ എന്നാ ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിക്കാനുണ്ട്. മിസ്സിംഗ് നമ്പർ എന്ന് പറഞ്ഞ പോർഷൻ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കണ്ടോ, ചെയ്യാൻ എളുപ്പമാണ്. ഈ 15 കണ്ടോടാ നിങ്ങൾ. ഏത് 15 മുത്തേ? ഈ 15ഉം ഈ 5ഉം കൂടെ കൂട്ടാം. ആ 15ഉം 5ഉം കൂടെ കൂട്ടി നോക്കിക്കേ. 15ഉം 5ഉം കൂട്ടിയാൽ താഴത്തുള്ള 16. എന്ത് സുഖം അല്ലേ? ആ 2 സാധനങ്ങൾ കൂട്ടുമ്പോൾ താഴത്തുള്ള കിട്ടുന്ന പറയുന്നത്. അതുപോലെ തന്നെ ആ ഒരു റിലേഷൻ മനസ്സിലാക്കി അടുത്ത ട്രയാങ്കിളിലും അതേ റിലേഷൻ വരുന്നുണ്ടോ നോക്കണം. ആ റിലേഷൻ ഏതാ നോക്ക്. മുത്തേ നോക്ക്. 7ഉം 9ഉം കൂടെ കൂട്ടുമ്പോ നമുക്ക് കിട്ടുന്നത് 7ഉം 9ഉം കൂട്ടി എത്രയിടോ? 16. കത്തിയോ? അതാണ് ഐഡിയ. അപ്പൊ 2 സൈഡത്തെ കൂട്ടുമ്പോൾ താഴത്ത് കിട്ടും. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് 2 കൂട്ടും. 16ഉം 11ഉം കൂടെ കൂട്ടിക്കേ 17. നമ്മുടെ ഉത്തരം ഓപ്ഷൻ 2 ഈസ് ദ ആൻസർ. ഒരേ പൊളി എന്ന് പറഞ്ഞ കമന്റ് ചെയ്തേക്ക്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഈ ചോദ്യം നമുക്ക് നോക്കാം. ഇതല്ല ഇത് പഠിക്കാം. സിമ്പിളാണ്. ഒരു സ്ക്വയർ ടൈപ്പ് സാധനമാണ്. എങ്ങനെയാണ് ഈ ചോദ്യം ചെയ്യാം? 25ഉം 11ഉം ഉണ്ട്. ആ 25ഉം 11ഉം തന്നിട്ട് അതുപോലെ അല്ല, അത് മാത്രമല്ല, താഴത്ത് 10ഉം 2ഉം ഉണ്ട്. നടുക്ക് ഒരു 24 ഉണ്ട് അല്ലേ? ഒരു സ്ക്വയർ എന്നിട്ട് നടുക്ക് വേറൊരു സ്ക്വയർ, വല്ലാത്ത ജാതിയിലെ. ഇതെങ്ങനെ ചെയ്യാം? ഈ ചുറ്റുള്ള നമ്പറിന് നടുക്കുള്ള നമ്പറുമായിട്ട് എന്തോ ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ കിട്ടും. അതിന് ആദ്യം എന്താണ് റിലേഷൻ എന്ന് അറിയണം. അത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടോ. ഈ 25ഉം ഈ 11ഉം കൂടെ ജസ്റ്റ് ഒന്ന് കൂട്ടിക്ക്. 25ഉം 11ഉം കൂടെ കൂട്ടിക്ക്. 25ഉം 11ഉം കൂട്ടി ഞങ്ങൾക്ക് അറിയാം എത്രയാ? 36 ആണ്. 36 24 തമ്മിൽ ബന്ധമൊന്നുമില്ല. പക്ഷെ ഈ സംഖ്യ അതുപോലെ കൂട്ടിക്ക്. സോറി ഇതും അതുപോലെ കൂട്ടിക്ക്. 10 2ഉം കൂടെ കൂട്ടിക്ക്. 10 2ഉം കൂട്ടിയാൽ നിങ്ങൾക്ക് അറിയാം എത്രയാണ്? 10 + 2 ദാറ്റ് ഈസ് 12 ആണ്. ഇനി ഈ നടുക്കുള്ള 24ആയിട്ടുള്ള ബന്ധം ഞാൻ പറഞ്ഞല്ലോടാ. ഈ 2 കൂട്ടിയ സംഖ്യകൾ തമ്മിൽ കുറച്ചേ. ഈ മോളത്തെ 2ഉം കൂട്ടുക, താഴത്തെ 2ഉം കൂട്ടുക. അപ്പൊ 36ഉം കിട്ടി, 12ഉം കിട്ടി. കുറച്ച് നോക്കി. 36 12 കുറച്ചാൽ ഒരേ പൊളി 24. അങ്ങനെയാണ് ഈ നടുക്കുള്ള 24 വരുന്നത്. പച്ച ഹൈലൈറ്റിൽ കാണിച്ചിരിക്കുന്ന 24 വന്നത് അങ്ങനെയാണ്. അതുപോലെ തന്നെ ഈ സാധനം അതുപോലെ കിട്ടുന്നുണ്ടോ നോക്കണം. നമുക്ക് നോക്കി കറക്റ്റ് ചെയ്യാം. മുകളിലുള്ള 2ഉം കൂട്ടണം. അപ്പൊ 5 + 4 അല്ലെങ്കിൽ 4 + 5 നിങ്ങൾക്ക് അറിയാം 9 ആണ്. അതുപോലെ 5 + 3 നിങ്ങൾക്ക് അറിയാം എത്രയാണ്? 8 ആണ്. 5 3 8 ആണ്. അപ്പൊ ആ 8 കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ 2 കൂട്ടിയതിന് ശേഷം എന്ത് ചെയ്യണം? തമ്മിൽ കുറയ്ക്കണം. കണ്ടോ, 2 കൂട്ടിയിട്ട് തമ്മിൽ കുറച്ചതല്ലേ? അപ്പൊ കുറച്ചേക്ക് 9 8 കുറച്ച് എത്രയാണ്? ഒരേ പൊളി 1. ആ 1 മക്കളെ എവിടെ വരുന്നത്? സെന്ററിൽ വരുന്നത്. മുകളിലുള്ള കൂട്ട താഴത്തുള്ള കൂട്ട തമ്മിൽ കുറയ്ക്കുക. ഇതാ പരിപാടി. എന്ത് സുഖം ഉണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് കൂട്ടിക്ക്. 50 + 24. 50 24 കൂട്ടിക്ക്. നിങ്ങൾക്കറിയാം 50 24 എത്രയാണ്? 74 ആണെന്നും. 25ഉം 12 കൂട്ടിക്കുകയും 25 + 12 എന്ന് പറഞ്ഞാൽ 37 ആണ്. 37 എന്ത് ചെയ്യണം? അതുപോലെ 74ഉം കിട്ടി. 37ഉം 74ഉം കിട്ടി. ആ 37 74 ജസ്റ്റ് ഒന്ന് കുറച്ചേ. 37 74 കുറയ്ക്കാം. 37 74 കുറച്ചാൽ കിട്ടുന്ന ആൻസർ ആയിരിക്കും നമ്മുടെ ആൻസർ. ഒന്ന് കുറച്ച് നോക്കല്ലേ? 47 57 67 77 40 77 ഒരു 3 അല്ലേ? 40 37 74 അല്ലടാ. 37 74 ആണ്. നമ്മുടെ തരം ഓപ്ഷൻ 3 37. അപ്പൊ ഇത് കുറയ്ക്കുമ്പോൾ 37 ആയിരിക്കും കിട്ടുക. എന്ത് സുഖമുണ്ടല്ലേ ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ചോദ്യം കൂടെ തരാം. ആ ചോദ്യം കൂടെ നിങ്ങൾ സ്വന്തം ചെയ്യണേ. ഇതാണ് ക്വസ്റ്റ്യൻ. കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ എന്താ സാധനം? സിമ്പിൾ സാധനമാണ്. ഈ 2നും ഈ 3നും താഴെയുള്ള 13ആയിട്ട് ബന്ധമുണ്ട്. എന്താ ബന്ധം എന്ന് ചോദിച്ചാൽ 2ന്റെ സ്ക്വയറും 3ന്റെ സ്ക്വയറും കൂടെ ഒന്ന് കൂട്ടി നോക്ക്.
നിങ്ങൾക്കറിയാം 2ന്റെ സ്ക്വയർ 4 ആണെന്നും 3ന്റെ സ്ക്വയർ 9 ആണെന്നും. എന്താ 4 9 എങ്ങനെ കിട്ടി? 2 × 2 അതാ 2ന്റെ സ്ക്വയർ, 3 × 3 അതാ 3ന്റെ സ്ക്വയർ. അപ്പൊ 4 9 കൂട്ടിയാൽ 13. ആ 13 ആണ് ഇവിടെ വരുന്നത്. എന്താല്ലേ അങ്ങനെ കിട്ടി. അങ്ങനെയാണെങ്കിൽ അടുത്തത് അതുപോലെ കിട്ടുന്നുണ്ടോ നോക്കണം നിങ്ങൾ. ഇതാ കണ്ടോ, 5ന്റെ സ്ക്വയർ 4ന്റെ സ്ക്വയർ എന്ന് കൂട്ടിക്ക്. 5 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ, നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ്. 5ന്റെ സ്ക്വയർ 5 × 5 25 ആണ്. 4ന്റെ സ്ക്വയർ 4 × 4 16 ആണ്. 25ഉം 16ഉം കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. എത്രയാണ്? 25ഉം 16ഉം 41. അങ്ങനെയാണ് 41 വന്നത്. മുകളിലുള്ള 2 കോളത്തിലുള്ള സർക്കിളിലുള്ള 2ന്റെ സ്ക്വയറും കൂടെ കൂട്ടിയിട്ട് താഴെയുള്ളത് ഇതാ എങ്ങനെയാണെങ്കിൽ കണ്ടോ, 8ന്റെ സ്ക്വയറും 5ന്റെ സ്ക്വയറും കൂടെ കൊട്ടും. അപ്പം 8ന്റെ സ്ക്വയർ നിങ്ങൾക്ക് അറിയാം എത്രയാ? 64. അതുപോലെ 5ന്റെ സ്ക്വയർ 25. നമുക്കറിയാം 8ന്റെ സ്ക്വയർ 64 8 × 8 ആണ് കേട്ടോ. അതുപോലെ 5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 × 5 ആണ് കേട്ടോ. അത് 25 ആണ്. അപ്പോൾ എത്ര കിട്ടും? 9ഉം 8ഉം 89. ദാറ്റ് ഈസ് ഓപ്ഷൻ സി. എങ്ങനെയുണ്ട് ക്ലാസ്? ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഐഡിയ മനസ്സിലാക്കിയെടുക്കാം. മുകളിലുള്ള നമ്പർ, താഴെയുള്ള നമ്പർ, സ്ക്വയേഴ്സ്, അതുപോലെ മറ്റു ഐഡിയാസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ താഴെ നിങ്ങളുടെ കമൻസ് ആണ് നമ്മളുടെ നിങ്ങൾക്ക് ക്ലാസ് തരാനുള്ള ഞങ്ങളുടെ ഊർജ്ജം. വീണ്ടും മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ വിജിആർ സൈനിങ് ഓഫ്. ബൈ.